നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ്. ഇതിനിടയിൽ എല്ലാ പാർട്ടികൾക്കും ഓരോ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത് CPM തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശബരിമല സ്വർണ്ണക്കള്ളക്കേസ് അടക്കം ഇപ്പോൾ വലിയ രീതിയിൽ അത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രചാരണ ആയുധമാക്കാൻ തന്നെ മറ്റുള്ള എതിർകക്ഷികൾ തീരുമാനിക്കുന്നതും. ഇപ്പോൾ ഒരു മുഴം മുന്നേ തന്നെ എറിയാൻ ഒരുങ്ങുകയാണ് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ആ ഘട്ടത്തിൽ ഒരുപക്ഷെ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതും BJP തന്നെയാണ്. ഇത്തവണയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന സീറ്റുകളിൽ 30 സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജനുവരി 12-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങും. അതായത് ഒരാഴ്ച കഴിഞ്ഞാൽ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു. K സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് സജീവ പരിഗണനയിലുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നത്. അമിത്ഷാ ജനുവരി 11-ന് കേരളത്തിലെത്തും. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാനാണ് BJP തീരുമാനം. താൻ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിനു പുറമെ കഴക്കൂട്ടത്ത് മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ മത്സരിക്കാനാണ് സാധ്യത. പാലക്കാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കായംകുളം മണ്ഡലത്തിൽ മുന്നിലെത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞെങ്കിലും പന്തളം ഉൾപ്പെടെ കൈവിട്ടു പോകില്ലെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട നഗരസഭകൾ LDF നേടുന്ന സാഹചര്യമുണ്ടായി. വോട്ടുകളുടെ കണക്കുകളിലും തിരിച്ചടി ഉണ്ടായതായാണ് വിലയിരുത്തൽ. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും രംഗത്തുണ്ട്. വട്ടിയൂർക്കാവോ തൃശൂരോ വേണമെന്ന് സുരേന്ദ്രൻ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്നാണ് ചില റിപ്പോർട്ടുകൾ. ശ്രീലേഖയെ ലക്ഷ്യമിട്ടുകൂട്ടിയാണ് നീക്കം. K സുരേന്ദ്രൻ ഉറച്ചു നിന്നാൽ വട്ടിയൂർക്കാവിലേക്ക് പരിഗണിച്ചിരുന്ന ശ്രീലേഖയെ തിരുവനന്തപുരത്തേക്ക് മാറ്റും. പാലക്കാട് പ്രശാന്ത് ശിവന് നൽകണമെന്നും ആവശ്യമുയരുന്നുണ്ട്. പാലക്കാട് മണ്ഡലത്തിലും BJPക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. BJP A ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിക്കുന്ന നിയമസഭാ സീറ്റുകളാണ് ഇവ. വലിയ സ്വാധീനമുള്ള പാലക്കാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E ശ്രീധരനെ ഇറക്കി BJP മത്സരിച്ചെങ്കിലും 3859 വോട്ടിലെ ഷാഫി പറമ്പിലിനെ പിന്നിലായി. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000-ന് മുകളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരുന്നു. രാഹുലിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണമടക്കം നിലനിൽക്കെ മണ്ഡലം പിടിക്കുക എന്നതാണ് സുരേന്ദ്രനെ ഇറക്കുന്നതിലൂടെ BJP പ്രതീക്ഷിക്കുന്നത്. ജയസാധ്യതയുള്ള A ക്ലാസ് മണ്ഡലങ്ങളിൽ ആദ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞ ഇടങ്ങളിൽ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പ്രകാരം 30,000-ലധികം വോട്ടുകളുള്ള 29 മണ്ഡലങ്ങളും 40,000-ലധികം വോട്ടുകളുള്ള 7 മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചാവും പ്രവർത്തനം ശക്തിപ്പെടുത്തുക. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ്, തിരുവനന്തപുരം സെന്ററിൽ G കൃഷ്ണകുമാർ, തിരുവല്ല അനൂപ് ആന്റണി, ചെങ്ങന്നൂർ കുമ്മനം രാജശേഖരൻ, കായംകുളം ശോഭാ സുരേന്ദ്രൻ, പാലക്കാട് ഷോൺ ജോർജ് തുടങ്ങിയവരുടെ പേരുകളും അന്തിമ പട്ടികയിലുണ്ട്. നിയമസഭയിൽ 5 മുതൽ 7 വരെ സീറ്റുകൾ നേടുക എന്നതാണ് പ്രധാനമായും BJPയുടെ ലക്ഷ്യം. ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേറിയത് ആഘോഷമാക്കാൻ കൂടിയാണ് അമിത്ഷാ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന പ്രഖ്യാപനം നിലനിൽക്കെയാണ് മോദിക്ക് മുൻപേ അമിത്ഷാ എത്തുന്നത്. ഈ മാസം 11-നാകും ഷാ തിരുവനന്തപുരത്തെത്തുക. പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതി അമിത്ഷാ ഔദ്യോഗികമായി അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ BJP അംഗങ്ങളെയെല്ലാം ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞതും BJPയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ പരമാവധി സീറ്റുകളിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തിലാണ് BJP നോട്ടമിടുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന വിപുലമായ സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പുറമെ പാർട്ടി ഭാരവാഹികളും പങ്കെടുക്കും. കേരളത്തിലെ BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ നിർണായകമായ തദ്ദേശ വിജയത്തിന് പിന്നാലെ അമിത്ഷാ എത്തുന്നതിനെ ഏറെ ആവേശത്തോടെയാണ് പ്രവർത്തകർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ എത്തുന്ന പരിപാടി വലിയ ആഘോഷമാക്കി മാറ്റാനാണ് സംസ്ഥാന ഘടകത്തിന്റെ നീക്കം.
അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്ന് BJP വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കാനായില്ല, ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും BJP വിലയിരുത്തുന്നു. BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളിൽ ജയിച്ചത് 1.3% മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് 1926 സ്ഥാനാർത്ഥികളെയാണ് 14 ജില്ലകളിലായി BJP മത്സരിപ്പിച്ചത്. 25 പേർ മാത്രമാണ് ജയിച്ചത്. 8 ജില്ലകളിൽ മാത്രമാണ് ജയിക്കാനായത്. കോട്ടയം ജില്ലയിൽ പോലും കാര്യമായ നേട്ടമുണ്ടാക്കാൻ BJPക്ക് ആയില്ല. 96 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതിൽ 12 പേർ മാത്രമാണ് ജയിച്ചത്. 2020 തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിലേക്കും BJPക്ക് എത്താനുമായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരവും തൃപ്പൂണിത്തറയും അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചതും BJPയെ സംബന്ധിച്ചും നേട്ടമാണ്. എന്നാൽ തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ മുന്നേറാനാകാത്തത് തിരിച്ചടിയായും BJP വിലയിരുത്തുന്നു. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോൾ ലഭിച്ചില്ലെന്നും വിലയിരുത്തലുണ്ട്. അതായത് കൃത്യമായിട്ട് കോർപ്പറേഷൻ അടക്കം പിടിച്ച് ഒരു വിജയം മുന്നിൽ കാണുമ്പോഴും പലയിടങ്ങളിലും BJPക്ക് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നതും കൃത്യമായിട്ടൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങളിലടക്കം BJPക്ക് ആശങ്കയുണ്ട്. അതിനെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് എന്തൊക്കെ പിഴവുകൾ സംഭവിച്ചു എന്നുള്ളത് തിരുത്തിക്കൊണ്ടും കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ തന്നെയാണ് BJP ഇത്തവണ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥികളെ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുന്നത്. ഒപ്പം തന്നെ അമിത്ഷാ എത്തുന്നു, അതിന് പിന്നാലെ നരേന്ദ്രമോദി എത്തുന്നു. ഇതെല്ലാം തന്നെ BJP പാളയത്തിൽ പ്രവർത്തകർക്കെല്ലാം തന്നെ വലിയൊരു ആവേശമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരു മുഴം മുന്നേ എറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഗോദയിലേക്ക് ഇറങ്ങുന്നത്.